എന്താ രാമേന്ദ്ര പ്രശ്നം? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ പതനം ആക്ഷേപഹാസ്യത്തിലൂടെ പങ്കുവച്ച ഹൈബി ഈഡൻ MP-യുടെ ഭാര്യ അന്ന ലിൻഡ ഈഡന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പൂട്ടിച്ചു. എന്താ സംഭവിച്ചത്? അതായത് ഞാൻ കൗണ്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൗണ്ടിങ് ഒരു 9:30-10 മണിയാകുമ്പോഴേക്കും നമുക്ക് മനസ്സിലായി, വലിയ ഭൂരിപക്ഷത്തിൽ ട്രെൻഡ് മനസ്സിലായി, വലിയ ഭൂരിപക്ഷത്തിൽ UDF വരെയാണ്. ഇനി നമ്മുടെ സമയം ശരിക്കും മോശമാണോ? ഇതിനേക്കാൾ ഇഞ്ചിയ സമയം ഇനി വരാനിരിക്കുന്നുള്ളൂ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു വാചകം ഓർമ്മ വന്നു. ഈ കപ്പൽ മുങ്ങുകയില്ല സാർ, കാരണം ഈ കപ്പലിനൊരു കപ്പിത്താനുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് എഴുതാൻ തോന്നി. അടുത്തേക്ക് ഒരു പേപ്പർ എടുത്ത് ചുമ്മാ എഴുതി, കപ്പൽ ആടി ആടി ഉലയുകയാണ്, കപ്പിത്താൻ എവിടെ? അപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എനിക്ക് നല്ലൊരു പാട്ടും കിട്ടി. കാറ്റടിച്ചു കൊടും കാറ്റടിച്ചു, കായലിലെ വിളക്ക് മരം കണ്ണടച്ചു. അത് ബാക്ക്ഗ്രൗണ്ട് ഇട്ടു വച്ചു. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. അത് എഴുതിയിട്ടപ്പോൾ അത് ആ ട്രെൻഡിൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് ഭയങ്കരമായിട്ട് അത് ഷെയർ വ്യൂ ഒക്കെ ആയിട്ട് ഭയങ്കര അത് വൈറലായി പോയാ. അതെനിക്കിഷ്ടമില്ല. എന്തായാലും 6-ാം തീയതി രാവിലെ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ആവുന്നില്ല. പണിക്കരെ താൻ പറഞ്ഞ പണി വന്നു. മനസ്സിന് എന്തൊരാശ്വാസം. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു വല്ല സ്കാം ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ആപ്പാണ് ഓപ്പൺ ആവാത്തത്. അപ്പം ഞാൻ 1-2 എക്സ്പേർട്സിൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു മാസ് റിപ്പോർട്ടിംഗ് വരുമ്പം ചിലപ്പോൾ ഒരു 10-100-ൽ കൂടുതൽ പേരൊക്കെ ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മെറ്റ എപ്പോഴും ഇൻസ്റ്റഗ്രാമിൻ്റെ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യും. നമുക്കറിയാവുന്ന മാർഗങ്ങൾ ഇതൊക്കെയല്ലേ ഉള്ളൂ. ആക്ച്വലി അത്ര ഒരു ഇൻടോളറൻസ് വരേണ്ട ഒരു കാര്യമില്ല. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. എന്തൊട്ട് മനുഷ്യന്മാരെ കൂട്ടം ആളുകൾക്ക് അങ്ങനെ ഒരു ഇൻടോളറൻസ് വന്നു. ഒരു വലിയ കൂട്ടം ആളുകൾക്ക് ഇൻടോളറൻസ് വന്നു. പക്ഷെ അത് കൊള്ളേണ്ട സ്ഥലത്ത് കൊണ്ടു എന്ന് എനിക്ക് മനസ്സിലായി. 24 hours കഴിഞ്ഞിട്ടും അക്കൗണ്ട് വർക്ക് ചെയ്യണില്ല. അപ്പം നമ്മളുടെ ഈ ന്യൂസ് കാണുന്ന ശീലവും എല്ലാം ഇൻസ്റ്റാഗ്രാമിലായതുകൊണ്ട് ഈ പോസ്റ്റ് ഫേസ്ബുക്കിലുണ്ടായിരുന്നോണ്ട് ഫേസ്ബുക്കും ലോക്കായി. രണ്ടും പോയി. എങ്ങനെയുണ്ട് ബുദ്ധി? നിന്റെ ബുദ്ധി കുറയുന്നു, കുറച്ച് കൂടുന്നുണ്ട്. 32 hours കഴിഞ്ഞിട്ടും പണി നടക്കില്ല. അപ്പം ഞാൻ പിന്നെ ഹൈബിനെ കൊണ്ട് ഹൈബിയുടെ ഒഫീഷ്യൽ ഇമെയിലിൽ നിന്നൊരു ഇമെയിൽ മെറ്റയ്ക്ക് അയച്ചു. എന്നിട്ടൊരു ഫാസ്റ്റ് റെസ്പോൺസ് ഇല്ല. അവസാനം AICC മീഡിയ സെല്ലിന്റെ അടുത്ത് നമ്മൾ റിക്വസ്റ്റ് ചെയ്തു. എനിക്ക് ഇവിടെ മാത്രമല്ല സാറേ പിടി, അങ്ങ് നാഗ്പൂരിലുണ്ട് പിടി. അവസാനം ഇന്നലെ രാത്രി ഉറങ്ങാൻ പോണേട്ട് മുമ്പ് ഒന്ന് വെറുതെ നോക്കിയപ്പോഴേക്കും ഓപ്പൺ ആയിട്ടുണ്ട്. കിട്ടി, അക്കൗണ്ട് തിരിച്ചു കിട്ടി. ഏറ്റില്ല അല്ലേ?